നമസ്കാരം. ഇന്ത്യയുടെ മേൽ അമേരിക്ക നടത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് പിന്നിലെ തന്ത്രം പുറത്ത്. അമേരിക്കൻ ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമായി ഇന്ത്യ തങ്ങളുടെ വിപണി തുറക്കണമെന്ന ആഗ്രഹം യുഎസിനുണ്ടെന്ന് ഇന്ത്യയിലെ അടുത്ത യുഎസ് അംബാസഡറായ സെർജിയോ ഗോർ വിശദീകരിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, LNG എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സെർജിയോ ഗോർ പറഞ്ഞു. റഷ്യയേക്കാൾ വിലക്കുറവിൽ ഇത് നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതിനൊപ്പം ചൈനയുമായി ഇന്ത്യ അടുക്കുന്നതും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇതിന് ഇന്ത്യ വഴങ്ങുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. സാധ്യതകൾ അനന്തമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാപാര ചർച്ചകളിലൂടെ തങ്ങളുടെ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, LNG എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ ഞങ്ങൾ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നുണ്ട്. ആ വിപണികളിലേക്ക് വ്യാപിക്കാൻ ഞങ്ങൾക്ക് എണ്ണമറ്റ അവസരങ്ങളുണ്ട്. അത് ചെയ്യാൻ ഞങ്ങൾ പൂർണ്ണമായും ഉദ്ദേശിക്കുന്നുണ്ട്, ഗോർ പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ അതിവിശ്വസ്തനാണ് ഗോർ. ഇന്ത്യയെ അമേരിക്കയുമായി അടുപ്പിക്കുകയെന്നതാണ് ഗോറിനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ചതിലൂടെ ട്രംപും ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. ഇന്ത്യയോടുള്ള സമീപനത്തിൽ വരും ദിനങ്ങളിൽ ട്രംപ് മാറ്റം വരുത്താൻ ഇടയുണ്ട്. വ്യാപാര കരാറിലെ ചർച്ച ഇതിന് വഴിയൊരുക്കുമെന്നാണ് സൂചന. അതായത് യുക്രൈൻ യുദ്ധമല്ല, ഇന്ത്യൻ വിപണിയാണ് അമേരിക്കയുടെ പ്രശ്നമെന്ന് സാരം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ ഇന്ത്യ സഹായിക്കുന്നുവെന്ന കുറ്റപ്പെടുത്തലോടെയാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. അതിലെ പൊള്ളത്തരവും പുതിയ ഗോർ പ്രസ്താവനയിലൂടെ ഉയരുകയാണ്. വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യയെ വിമർശിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപിന് ഗാഢ സൗഹൃദമുണ്ടെന്നും ഗോർ അറിയിച്ചു. ഇന്ത്യയെ വിമർശിക്കുമ്പോഴും മോദിയെ ട്രംപ് പ്രത്യേകമായി അഭിനന്ദിക്കാറുണ്ട്. ഇന്ത്യയെ ചൈനയിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ ബന്ധം ഉറപ്പിക്കാൻ US തയ്യാറാണെന്ന സൂചനയും അദ്ദേഹം നൽകി. ഇന്ത്യയും ചൈനയും പങ്കിടുന്ന ബന്ധത്തെക്കാൾ വളരെ ഊഷ്മളമാണ് US-ഇന്ത്യ ബന്ധം. ഇന്ത്യയെ ചൈനയുടെ പക്ഷത്തു നിന്ന് മാറ്റി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് തങ്ങളുടെ ഒരു പ്രധാന മുൻഗണനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഗോർ നടത്തിയ പ്രസ്താവനകളെ പ്രതീക്ഷയോടെ ഇന്ത്യയും കാണുന്നുണ്ട്. അമേരിക്കൻ സന്ദർശനത്തിന് മന്ത്രി പീയൂഷ് ഗോയൽ പോകുമെന്നും സൂചനയുണ്ട്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണമായും വഴങ്ങില്ലെന്നാണ് സൂചന. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്നും ചർച്ചകൾ ഇപ്പോൾ സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണെന്നും സെർജിയോ ഗോർ പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിവിശ്വസ്തനാണ് ഗോർ. ഇന്ത്യ അമേരിക്കയുടെ ഒരു പ്രധാന തന്ത്രപ്രധാന പങ്കാളിയാണെന്ന് ഗോർ ഊന്നി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷ, വ്യാപാരം, പൊതുവായ മൂല്യങ്ങൾ എന്നിവയിലെ കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും നിയുക്ത ഇന്ത്യൻ അംബാസഡർ വിശദീകരിച്ചിരുന്നു. US-ഉമായുള്ള വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം 2025 നവംബറോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ പ്രസിഡന്റ് ട്രംപും ചേർന്ന് ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒരു നല്ല കരാർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലുള്ള വെല്ലുവിളികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിച്ച് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നിരന്തര ശ്രമങ്ങളാണ് ഈ സംഭവവികാസങ്ങൾ എടുത്തു കാണിക്കുന്നത്.